Hello friends, Assalamualaikum. Welcome back again. അങ്ങനെ നോമ്പ് 15 നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. ഇന്നിപ്പോൾ 16ാമത്തെ ദിവസം. ഇന്നലത്തെ നോമ്പ് തുറൻ്റെ വിശേഷങ്ങളാണ് ഞാനിപ്പോൾ കാണിക്കുന്നത്. ഇപ്പോൾ നോമ്പ് ശരിക്കും പറഞ്ഞാൽ തുടങ്ങുന്നതിൻ്റെ മുമ്പേ ഭയങ്കര ചൂടും ക്ലൈമറ്റിൻ്റെ പ്രശ്നമെല്ലാം കൊണ്ട് നോമ്പ് ഇങ്ങനെ എടുത്ത് തീർക്കും എന്നൊക്കെ ഉള്ളൊരു ടെൻഷൻ ഉണ്ടായിരുന്നു. പക്ഷേ അൽഹംദുലില്ലാ പ്രശ്നങ്ങളൊന്നുമില്ല. അങ്ങനെ കാര്യമായ ചൂടും തളർച്ചയൊന്നുമില്ല. വൈകുന്നേരമൊക്കെ ആകുമ്പോൾ ചെറുതായിട്ടൊരു ദാഹം വരും, അത്രയേ ഉള്ളൂ. അതും സഹിക്കാൻ പറ്റുന്നത് തന്നെ. എന്തായാലും നോമ്പ് ഇത്രയെത്തി. ഇനിയുള്ള ബാക്കി 15 ദിവസവും ഇതേപോലെ തന്നെ ഒരു പ്രശ്നവും ഇല്ലാണ്ട് എടുത്ത് തീർക്കാൻ എല്ലാവർക്കും പറ്റട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പോൾ ഇന്നത്തെ നോമ്പ് തുറക്കാനായിട്ട് ചട്ടിപ്പത്തിലും കായ് നിറച്ചതുമാണ്. കായ് നിറച്ചത് എന്നാൽ നമ്മൾ പറയാം, പഴം നിറച്ചതുണ്ടല്ലോ അത്. ചട്ടിപ്പത്തിൽ ബീഫിൻ്റെതാണ് ഉണ്ടാക്കിയത്. ഇതിന് മുമ്പ് ഞാൻ ചെമ്മീൻ്റെത് അതുപോലെ തന്നെ ചിക്കൻ്റെതൊക്കെ ഉണ്ടാക്കി അത് കാണിച്ചിട്ടുണ്ട്. സെപ്പറേറ്റ് ആയിട്ടൊരു വീഡിയോ കാണിച്ചിന്. ഇത് ഞാൻ ബീഫിൻ്റെതാണ് ഉണ്ടാക്കുന്നത്. അത് ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഇതിൽ വീഡിയോ കാണിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ തരി കാച്ചിയത് അല്ലെങ്കിൽ തരിക്കഞ്ഞി എന്ന് പറയും, അത് ഓൾറെഡി ഞാൻ വീഡിയോ കാണിച്ചതുമാണ്. അപ്പോൾ അതുകൊണ്ട് ഞാനത് ഡീറ്റെയിൽ ആയിട്ടൊന്നും കാണിക്കുന്നില്ല. പിന്നെ ഡിന്നറിന് ഉണ്ടാക്കിയത് ഇടിയപ്പവും മുട്ട സ്റ്റൂ ആണ്. എപ്പോഴും നമ്മൾ ഈ ചിക്കൻ ബീഫ് മട്ടൺ എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ ഇന്ന് പിന്നെ മുട്ടക്കറിയാക്കിയതാണ്, മുട്ട വൈറ്റ് കളറിലുള്ള സ്റ്റൂ. അപ്പോൾ ഈ മുട്ട സ്റ്റൂവിൻ്റെത് സെപ്പറേറ്റ് ആയിട്ടുള്ളൊരു റെസിപ്പി തന്നെ ഉണ്ട്. നിങ്ങൾക്ക് ഇതേപോലെ ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ ആ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം, ഒന്ന് കണ്ടോക്കിയാൽ മതി. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് മെല്ലെ പോയാലോ, ബാ. ഇതിപ്പം ബീഫ് ഞാനൊന്ന് മിൻസ് ചെയ്തെടുത്തത്. ഒരു 400 ഗ്രാമോളം തനിയിറച്ചി, എല്ലാം കൊട്ടൊന്നും ഇല്ലാത്ത ഇറച്ചി വേവിച്ചതിന് ശേഷം ഉപ്പും മഞ്ഞൾപ്പൊടി മുളക് പൊടി മല്ലിപ്പൊടിയൊക്കെ ഇട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് വേവിച്ചെടുത്തതിന് ശേഷം പിന്നെ ആ ബീഫ് ഒന്ന് മിക്സിയിൽ ഒരു പൾസിന് ഒന്ന് ഡ്രിറാക്കി എടുത്തതാണ്. ഒരുപാടങ്ങ് അരച്ചെടുക്കരുത്, ജസ്റ്റ് ഒന്നിങ്ങനെ തിരിച്ചെടുത്താൽ മതി. പിന്നെ ഇത് ബീഫ് വേവിച്ചപ്പോൾ ഉള്ള ആ ഒരു സ്റ്റോക്കാണ്, ആ ഒരു വെള്ളമാണ്. ഇതെന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഞാനിപ്പോൾ നന്നായിട്ടൊന്ന് വറ്റിച്ചെടുക്കുന്നുണ്ട്. വറ്റിച്ചെടുത്തിട്ട് നമ്മൾ ഉണ്ടാക്കുന്ന ആ ഒരു ഫില്ലിങ്ങിലേക്ക് ഇതങ്ങ് ചേർത്ത് കൊടുക്കും. അപ്പോൾ ഇതിലേക്ക് ചേർത്ത് കൊടുത്തതിന് അടിപൊളി ടേസ്റ്റ് ആയിരിക്കും. സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ കുറേ പൊടികളൊന്നും ചേർക്കണമെന്നില്ല. അപ്പോൾ അതവിടെ സൈഡിൽ അങ്ങനെ അങ്ങ് തിളച്ച് കുറുകി വറ്റി വരട്ടെ. നെയ്യൊന്നും ചേർത്തിട്ടില്ല, ഓൾറെഡി അതിൽ ബീഫിൽ നിന്ന് ഇറങ്ങുന്ന ആ നെയ്യ് മാത്രമേ ഉണ്ടാവുള്ളൂ. പിന്നെ ഇതിപ്പോൾ ഒരു മസാല ഉണ്ടാക്കണം. അപ്പോൾ ഞാനിപ്പോൾ ഒരു ചീനച്ചട്ടിയിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് 2 വലിയ ഉള്ളി നന്നായിട്ട് അങ്ങ് നുറുക്കി അരിഞ്ഞിട്ട് അങ്ങ് ഇട്ട് കൊടുക്കുക. ചെറുതായിട്ട് ചോപ്പ് ചെയ്തിട്ടുണ്ട്. നന്നായി അങ്ങ് വഴറ്റിയെടുത്തതിന് ശേഷം ഇതിപ്പോൾ ഉള്ളി ഒരുപാടങ്ങ് സോഫ്റ്റായിട്ട് കുഴഞ്ഞ പോലെയൊന്നും ആവണ്ട, ജസ്റ്റ് ഒന്ന് സോഫ്റ്റ് ആയാൽ മതി. ഒന്ന് വഴറ്റിയെടുത്തിട്ട് അതിലേക്ക് പച്ചമുളക് അതുപോലെ ഇഞ്ചി വെളുത്തുള്ളി ഇതെല്ലാം ഒന്ന് ചതച്ചിട്ട് ജസ്റ്റ് ഒന്ന് ആ അമ്മിക്കല്ലിലിട്ടൊന്ന് കുത്തിയെടുത്താൽ മതി, അല്ലെങ്കിൽ ക്രഷ് ചെയ്തെടുത്താലും മതി. എല്ലാം കൂടെ ഇട്ട് നന്നായി ഒന്നങ്ങ് മിക്സാക്കി എടുക്കുക. ഒരു 2-3 അല്ലി വെളുത്തുള്ളിയും ചെറിയ കഷ്ണം ഇഞ്ചിയുമാണ് ഞാൻ എടുത്തത്. എരിവിന് നോക്കിയിട്ട് പച്ചമുളക് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായി ഒന്നങ്ങ് മിക്സാക്കി വഴറ്റിയെടുത്തതിന് ശേഷം പിന്നെ ഇതിലേക്ക് ഉപ്പ് കുറച്ച് ചേർത്ത് കൊടുക്കണം. ആ ഉള്ളിയിൽ കണക്കായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കണം. പിന്നെ പൊടികൾ ഞാനെല്ലാം ഒരു നമ്മളിങ്ങനെ 2 വിരൽ കൊണ്ട് പിടിച്ചിടുന്ന അത്രയും മതി. മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും മല്ലിപ്പൊടിയും ചേർത്ത് കൊടുത്തിന്. കാരണം നമ്മൾ എന്തായാലും മറ്റേ ആ സ്റ്റോക്ക് വറ്റിച്ചത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കും. അപ്പോൾ അതുകൊണ്ട് പൊടികളായിട്ട് സെപ്പറേറ്റ് ഞാൻ ചേർക്കുന്നില്ല, ജസ്റ്റ് ഒന്ന് ഒരു നുള്ള് അത്രയും മതിയാവും. എല്ലാം കൂടെ ഇട്ട് നന്നായി മിക്സാക്കിയതിന് ശേഷം നമ്മൾ ഈ വറ്റിച്ചിട്ടുള്ള സ്റ്റോക്ക് ഉണ്ടല്ലോ അത് ഇതിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കുക. പൊതുവേ നമ്മളിങ്ങനെ ഫില്ലിങ് എന്തിനു വേണ്ടിയിട്ടും ഫില്ലിങ് ഉണ്ടാക്കുമ്പോൾ ചിക്കൻ്റെതായാലും ചെമ്മീൻ്റെതായാലും ഇതേപോലെ ഉണ്ടാക്കിയാൽ അടിപൊളിയായിരിക്കും, നല്ലൊരു ഫ്ലേവർ ആയിരിക്കും. അങ്ങനെ ഞാനിതാ ഈ ഒരു എന്താ പറയുക നമ്മുടെ സ്റ്റോക്കും കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് അത്യാവശ്യം വറ്റണം കേട്ടോ. ഇനിയിപ്പോൾ ആ ഉള്ളിയിൽ കിടന്നിട്ട് അതെല്ലാം ഒന്ന് ഉള്ളിയിലെല്ലാം പിടിച്ചിട്ടൊന്ന് വറ്റി വന്നോളും. ഇപ്പോൾ കണ്ട കളറൊക്കെ നന്നായി മാറി, നല്ലൊരു മണമെല്ലാം ഉണ്ട്. ഫ്ലെയിം ഞാനിപ്പം ലോ ആക്കി വെച്ചിന്. എന്നിട്ട് നന്നായിട്ട് ഉള്ളി ഒന്നങ്ങ് നന്നായി വഴറ്റിയെടുക്കുക. അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തിരിച്ചു മറിച്ച് ഇട്ട് കൊടുത്തിട്ട് വഴറ്റിയെടുക്കുക. ആ ഒരു നമ്മൾ ചേർത്തിട്ടുള്ള ആ സ്റ്റോക്ക് വറ്റിച്ചതുണ്ടല്ലോ അത് എല്ലാത്തിലും അങ്ങ് പിടിച്ച് കിട്ടാനായിട്ട് വറ്റിച്ചെടുക്കുക. ഒന്ന് മിക്സാക്കി എടുക്കുക. എന്നിട്ട് ഇനി ഇതിലേക്ക് നമ്മൾ മിൻസ് ചെയ്തിട്ടുള്ള ബീഫ് അങ്ങ് ചേർത്ത് കൊടുക്കുക.
ഞാനിപ്പോൾ ആ മുഴുവൻ ബീഫ് മിക്സ് ചെയ്തതും ചേർത്തിട്ടില്ല, ഒരു 1/4 ഭാഗം മാത്രമേ ചേർത്തിട്ടുള്ളൂ. എല്ലാം കൂടെ ചേർത്ത് നന്നായി മിക്സ് ആക്കിയതിന് ശേഷം പിന്നെ ഇതിലേക്ക് എന്താ ചെയ്യേണ്ടത്, കുറച്ച് കറിവേപ്പിലയും മല്ലിയിലയും അരിഞ്ഞിട്ട് അങ്ങ് വിതറി കൊടുക്കുക. നല്ലൊരു ഫ്ലേവർ കിട്ടും. അങ്ങനെ നമ്മുടെ ബീഫിൻ്റെ മസാല ഇപ്പോൾ റെഡിയായി, ആ ഒരു ഫില്ലിങ് റെഡി ആയിട്ടുണ്ട്. നന്നായി ഒന്നങ്ങ് ഇളക്കി കൊടുത്തിട്ട് ഇപ്പം നമ്മൾ ചേർത്ത ആ ഒരു എന്താ പറയുക സ്റ്റോക്ക് വറ്റിച്ചതൊക്കെ എല്ലാത്തിലും അങ്ങ് പിടിച്ചിട്ട് വറ്റി വന്നിന്. ഇതാണ് അതിൻ്റെ ആ ഒരു ടെക്സ്ചർ. അടിപൊളിയായിട്ടുള്ളൊരു ഫില്ലിങ് റെഡിയായി. ഇനിയിപ്പോൾ ഇത് സൈഡിലേക്ക് മാറ്റി വെച്ചിട്ട് നമുക്ക് ദോശ ചുട്ടെടുക്കാം. അപ്പോൾ ഈ ഒരു ചട്ടിപ്പത്തിൽ നമുക്ക് ശരിക്കും പറഞ്ഞാൽ സമൂസൻ്റെ ഷീറ്റ് കൊണ്ട് ഉണ്ടാക്കാം, ചപ്പാത്തി ചെറുതായിട്ടൊന്ന് വാട്ടിയെടുത്തിട്ട് അങ്ങനെ ഉണ്ടാക്കാം, അല്ലാണ്ട് ദോശ ചുട്ടിട്ടും ഉണ്ടാക്കാം. ഞാനിപ്പോൾ ഇവിടെ ദോശ ചുട്ടിട്ടാണ് ഉണ്ടാക്കുന്നത്. കൂടുതലും ടേസ്റ്റും എനിക്ക് ഒന്നുകിൽ സമൂസ ഷീറ്റ് അല്ലെങ്കിൽ ദോശയായിരിക്കും. അപ്പോൾ ദോശയാണ് ഞാനിപ്പോൾ ഉണ്ടാക്കുന്നത്. ഞാനിപ്പോൾ മിക്സിൻ്റെ ജാറിലേക്ക് 1/4 കപ്പ് മൈദ എടുത്തിന് അതിലേക്ക് ഒരു മുട്ടയും ആവശ്യത്തിനുള്ള ഉപ്പും 1 കപ്പ് വെള്ളവും കൂടെ ഒഴിച്ചിട്ട് നന്നായി ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. മിക്സിയിൽ അടിച്ചെടുക്കുമ്പോൾ നല്ല സ്മൂത്തായിട്ട് നല്ലൊരു ഫൈൻ ബാറ്ററായിട്ട് കിട്ടും. നമ്മൾ സാധാരണ ദോശയ്ക്ക് ഇങ്ങനെ കലക്കി ഒഴിക്കുന്നില്ലേ, കലക്കുന്നതിനെക്കാട്ടിലും കുറച്ചും കൂടെ സ്മൂത്തായിട്ട് കിട്ടാൻ മിക്സിയിലൊന്ന് അടിച്ചെടുക്കുന്നതായിരിക്കും. അപ്പോൾ ഞാൻ നന്നായിട്ട് മിക്സിയിൽ അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊരു ബൗളിലേക്ക് മാറ്റാം. അങ്ങനെ നമ്മുടെ ബാറ്ററി ഇതാ നല്ലൊരു സ്മൂത്തായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇത് ഓരോ ദോശയായിട്ട് ചുട്ടെടുക്കാം. ഈ ഒരു 1/4 കപ്പ് മൈദക്ക് ഏകദേശം ഒരു 6 മുതൽ 8 വരെ സൈസ്, ഈ ഒരു സൈസിലുള്ള ദോശ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. അപ്പം ഞാനിപ്പം ദോശ ചുടുന്നുണ്ട്. ഒരു പാൻ അടുപ്പിൽ വെച്ചിട്ട് നമ്മുടെ ചട്ടിപ്പത്തിൽ എത്ര വലിപ്പം വേണോ അതിന് കണക്കായിട്ടാണ് ദോശ ചുടേണ്ടത്. അതുപോലെ ആ ഒരു ഉണ്ടാക്കുന്ന പാത്രവും ഈ ദോശൻ്റെ അളവിന് കണക്കായിരിക്കണം. അങ്ങനെ ഇതാ ദോശ ചുട്ടെടുക്കുന്നുണ്ട്. സാധാരണ നമ്മൾ ദോശ ചുട്ടെടുക്കുന്ന പോലെ തന്നെ പാനിലേക്ക് ഓരോ തവിയായി ഒഴിച്ചു കൊടുത്തിട്ട് കുറച്ച് നെയ്യ് അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ട് കൊടുത്ത് ഒന്നപ്പുറം ഇപ്പുറവും തിരിച്ചിട്ട് കൊടുത്തിട്ട് ഒന്നങ്ങ് വാട്ടിയെടുക്കാം. അപ്പോൾ ഓരോ ദോശയും ഇതേപോലെ തന്നെ അങ്ങ് ചുട്ടെടുക്കണം. അപ്പം ഞാനിപ്പുറത്തുനിന്ന് ദോശ ചുടുന്ന സമയത്ത് ഉമ്മ ഇതാ പഴം നിറക്കാനുള്ള പഴം ഇങ്ങനെ ഹാഫായിട്ട് കട്ട് ചെയ്തിട്ട് പൊരിച്ചെടുക്കുന്നുണ്ട്. ഇത് ഓരോ പഴവും നീളത്തിൽ ഇങ്ങനെ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഉള്ളിലേക്ക് ആ ഒരു മസാല നമ്മൾ നിറച്ച് കൊടുക്കണമല്ലോ, അതിന് വേണ്ടിയിട്ട്. പിന്നെ ഇതിൻ്റെ ഫില്ലിങ് ശർക്കര ഇട്ടിട്ട് തേങ്ങ മിക്സാക്കും, അല്ലാണ്ട് പഞ്ചസാര ഇട്ടിട്ടും അങ്ങനെ വിളയിച്ചെടുക്കും. പിന്നെ അതിനിടയ്ക്ക് മുട്ട സ്റ്റൂവും റെഡി ആയിട്ടുണ്ട്. ഇതും ഒരു വെറൈറ്റി, ഒരു സെപ്പറേറ്റ് മുട്ടക്കറി തന്നെയാണ്, മുട്ട സ്റ്റൂ തന്നെയാണ്. അപ്പോൾ വീഡിയോ ഞാൻ ലിങ്ക് താഴെ കൊടുക്കുക ഡിസ്ക്രിപ്ഷനിൽ. നിങ്ങൾ എന്തായാലും ഒന്ന് ഉണ്ടാക്കി നോക്കുക, എല്ലാവർക്കും ഇഷ്ടമാവും. ആ ഒരു കളറും വൈറ്റ് കളറിൽ തന്നെയാണല്ലോ, അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമാവും. ഇനിയിപ്പം നമുക്ക് ചട്ടിപ്പത്തിൽ സെറ്റാക്കിയെടുക്കാം. അപ്പം ഞാനിപ്പോൾ ഇതാ ഒരു റൗണ്ട് ടിന്നാണ് എടുത്തത്. ഇത് ഞാൻ ഇന്ന് ബേക്ക് ചെയ്യുന്നതുകൊണ്ട് അതുപോലെ തന്നെ ഗ്യാസിൽ വെച്ചിട്ടുള്ള പാനിൽ വെച്ചിട്ടുള്ളതും കാണിക്കുന്നുണ്ട്. എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ആദ്യം നമുക്ക് മുട്ടൻ്റെ ഒരു മിക്സ് വേണം. ഞാനിപ്പോൾ ഒരു 2 മുട്ട കുറച്ച് ഉപ്പും ചേർത്തൊന്ന് ബീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ ഈ ഉണ്ടാക്കിയിട്ടുള്ള ദോശ ഉണ്ടല്ലോ, അത് ഓരോന്നും നന്നായി ഡിപ്പ് ചെയ്തെടുക്കണം. ആ ഒരു ദോശ മുഴുവനായിട്ടും എന്താ പറയുക നന്നായി മുട്ടയിൽ മുക്കിയതിന് ശേഷം നമ്മൾ ഉണ്ടാക്കേണ്ട പാനിലേക്ക്, ഈ ഒരു ടിന്നിലേക്ക് ദോശ അങ്ങനെ അങ്ങ് വെച്ചെടുക്കാം. ദോശ വെക്കുന്നതിന് മുമ്പ് ആ പാൻ നന്നായി ഓയിലൊന്ന് തടവി കൊടുക്കണേ. എന്നിട്ട് ഈ ദോശൻ്റെ മുകളിലായിട്ട് കുറച്ച് മസാല ഫില്ല് ചെയ്ത് കൊടുക്കുക. ഇതിപ്പം ചട്ടിപ്പത്തിൽ എന്ന് പറയുമ്പം ഒരു 7 അല്ലെങ്കിൽ 5 ലെയറിലൊക്കെയാണ് ഉണ്ടാക്കാൻ. അപ്പോൾ അതുകൊണ്ട് ഒരുപാട് മസാല ഓരോ ലെയറിൽ ഇടണമെന്നില്ല, കുറച്ച് കുറച്ച് മസാല ഇട്ടാൽ മതി. അങ്ങനെ ഞാനിപ്പോൾ കൈകൊണ്ട് തന്നെയാണ് ഇടുന്നത്, അതാണ് ഒരു 7 ഇട്ടാൻ. അങ്ങനെ ഇതാ കുറച്ച് ദോശൻ്റെ മുകളിൽ കുറച്ച് മസാല എല്ലാ ഭാഗത്തും അങ്ങ് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതേപോലെ തന്നെ നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ മുട്ടയിൽ മുക്കിയിട്ട് വേറൊരു ദോശ ഇതിൻ്റെ മുകളിൽ അങ്ങനെ അങ്ങ് വെച്ചെടുക്കുക. അപ്പോൾ അത് കവറാവുന്ന രീതിയിൽ, ആ ഒരു മസാല കവറാവുന്ന രീതിയിൽ അങ്ങ് വെച്ചെടുത്തിട്ട് ഈ ഒരു ദോശൻ്റെ മുകളിലും ഇനി എന്ത് ചെയ്യണം, കുറച്ച് മസാല അങ്ങനെ അങ്ങ് വിതറി ഇങ്ങനെ അങ്ങ് സ്പ്രെഡ് ചെയ്തിട്ട് കൊടുക്കണം. ഒരു ഭാഗത്ത് കൂടുതൽ ഒരു ഭാഗത്ത് കുറവ് അങ്ങനെ പാടില്ല, എല്ലാ ഭാഗത്തും അങ്ങനെ അങ്ങ് സ്പ്രെഡ് ചെയ്തിട്ട് കൊടുക്കുക. അങ്ങനെ നമുക്ക് ഇഷ്ടമുള്ളത്ര ലെയർ, അതായത് ഒരു 5 മുതൽ 7 ലെയർ വരെ ഉണ്ടാക്കുക. അപ്പം ഞാനിപ്പോൾ ഒരു 4 ലെയറാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. ഇതേപോലെ 4 മുതൽ 7, 5 അങ്ങനെ നമുക്ക് ഇഷ്ടമുള്ള ലെയർ, എത്ര മസാല ഉണ്ടോ എത്ര ദോശ ഉണ്ടോ അതിന് കണക്കായിട്ട് നമ്മൾ ആ ഒരു പാത്രത്തിന് കണക്കായിട്ട് ഉണ്ടാക്കുക.
അങ്ങനെ ഇതാ ഞാനിപ്പം 4ാമത്തെ ലെയറിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഒരു ദോശ വെച്ച് കവർ ചെയ്യാം. അങ്ങനെ നന്നായി കവർ ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതിൻ്റെ സൈഡിലൊക്കെ ആ ഒരു ബാറ്റർ ബാക്കി ഉണ്ടെങ്കിൽ അതങ്ങ് ഒഴിച്ചു കൊടുക്കുക. ഞാനിപ്പോൾ ഒരു മുട്ട വേറെ തന്നെ സെപ്പറേറ്റ് ആയിട്ട് ബീറ്റ് ചെയ്തിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. മുകളിലും സൈഡിലൂടെ അങ്ങ് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ എന്താ സംഭവം എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ഓരോ ലെയറിൽ വെക്കുമ്പം ആ ലെയർ ഇങ്ങനെ ഒട്ടിപ്പിടിച്ച് നിൽക്കാൻ വേണ്ടിയിട്ട് സൈഡിലേക്ക് മുട്ട ഒഴിച്ചു കൊടുക്കുന്നത്. അങ്ങനെ എന്താ പറയുക, കൂടി നിൽക്കാൻ വേണ്ടിയിട്ട്. ഇനിയിപ്പം മുകളിൽ കുറച്ച് മല്ലിയിലേക്ക് ഒന്ന് വിതറി കൊടുത്തിട്ട് ഇത് പ്രീഹീറ്റ് ചെയ്തിട്ടുള്ള ഓവനിലാണ് ഞാനിപ്പോൾ ഇത് ഒരു 15 മിനിറ്റ് 180 ഡിഗ്രിയിൽ പ്രീഹീറ്റ് ചെയ്തിട്ടുള്ള ഓവനിൽ വെച്ചതാണ്. അങ്ങനെ ഓവനിലുള്ളത് റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതൊന്ന് ചൂടാറിക്കഴിഞ്ഞാൽ നമുക്ക് പാനിൽ നിന്ന് ഈ ഒരു പാത്രത്തിൽ നിന്ന് എടുത്തു മാറ്റാം. അപ്പോൾ ഇത് ഈ ഒരു പാത്രം ആയതുകൊണ്ട് എളുപ്പത്തിൽ അങ്ങനെ എനിക്ക് എടുത്ത് മാറ്റാൻ പറ്റി. ഇതേ മെത്തേഡിൽ തന്നെ നമുക്ക് എന്ത് ചെയ്യുക, ഗ്യാസ് അടുപ്പിലും വെക്കാം, സ്റ്റൗവിലും വെക്കാം. ഞാനിപ്പം ഒരു നോൺ സ്റ്റിക്കിൻ്റെ ഒരു പാത്രത്തിൽ ഓരോ ലെയറായിട്ട് നേരത്തെ വെച്ചതുപോലെ തന്നെ വെച്ച് കൊടുത്തിട്ട് മുകളിൽ സൈഡിലൊക്കെ മുട്ടൻ്റെ ആ ഒരു മിക്സ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഗ്യാസ് അടുപ്പിൽ ഏറ്റവും ലോ ഫ്ലെയിമിൽ ഇത് വെക്കണം. വെക്കുന്ന നേരം അതിൻ്റെ അടിയിലൊരു തട്ട് വെച്ചിട്ട് വേണം വെക്കാൻ, ഇല്ലെങ്കിൽ ചൂട് കൊണ്ട് പെട്ടെന്ന് അടിഭാഗം അങ്ങ് കരിഞ്ഞു പോകും. ഗ്യാസ് അടുപ്പിലുള്ളതും നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഓവനിലെ പോലെ തന്നെ ഒരു 15 മിനിറ്റ് വെച്ചാൽ മതി. ഇതിപ്പോൾ ഏറ്റവും ലോ ഫ്ലെയിമിൽ ഏറ്റവും ചെറിയ തീയുള്ള അടുപ്പിൽ വെച്ചാൽ മതി കേട്ടോ. പിന്നെ ഈ ഗ്യാസ് അടുപ്പിൽ വെക്കുമ്പോൾ മുകൾ ഭാഗം ആറി കിട്ടൂല. ഓവൺ പോലെ അടിയിലും മേലയിലും രണ്ട് സൈഡും ഒരുപോലെ അങ്ങനെ മുരിഞ്ഞ് കിട്ടൂല. അപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഒരു 10 മുതൽ 15 മിനിറ്റ് ആകുമ്പോഴേക്കും ഓഫ് ചെയ്തിട്ട് പിന്നെ വേറൊരു പാനിലേക്കൊന്ന് തിരിച്ചിട്ട് കൊടുത്താൽ മതി. എന്നിട്ട് നന്നായി മുരിച്ചെടുത്താൽ മതി. അങ്ങനെ തരിക്കഞ്ഞിയും റെഡി ആയിട്ടുണ്ട്. ഇതിൻ്റെ വീഡിയോ ഞാൻ വേറെ തന്നെ കാണിച്ചിന്, അതുകൊണ്ടാണ് ഞാൻ ഇതിൽ ഡീറ്റെയിൽ ആയിട്ടൊന്നും കാണിക്കാത്തത്. മുകളിൽ ഞാനിപ്പം കുറച്ച് നട്ട്സ് അങ്ങ് വിതറി കൊടുക്കുന്നുണ്ട്. ചോപ്പ് ചെയ്തിട്ട് ബദാമും അതുപോലെ പിസ്തയും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ചൂടോട് കൂടിയിട്ടോ തണുപ്പിച്ചിട്ടോ കഴിക്കാൻ പറ്റുന്ന, കുടിക്കാൻ പറ്റുന്ന അടിപൊളിയായിട്ടുള്ള ഒന്നാണ്. ഇനിയിപ്പോൾ എല്ലാം ടേബിളിൽ സെറ്റ് ചെയ്ത് വെക്കാനുള്ള ടൈമായി. അപ്പോൾ ഈ ഒരു ചട്ടിപ്പത്തിൽ 2 ടൈപ്പിൽ ഞാനിപ്പോൾ ഉണ്ടാക്കി. ഓവനിലും ഉണ്ടാക്കി, അതുപോലെ തന്നെ ഗ്യാസ് അടുപ്പിലും ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ രണ്ടിലും നിങ്ങൾക്ക് കാണാൻ ഏതാ ഇഷ്ടമായത് എന്നൊന്ന് പറ. ഇതാണ് ഓവനിൽ ഉണ്ടാക്കിയത്, ഇത് അടുപ്പിലുണ്ടാക്കിയതാണ്. കമൻറ്റ് ചെയ്യണേ. ടേസ്റ്റ് വൈസ് രണ്ടും ഒന്നാണ്, രണ്ടും സെയിം മസാല ഫില്ലിംഗ് തന്നെയാണ്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വ്ളോഗ് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായാൽ എന്തായാലും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് ഫുള്ളായിട്ട് കാണുമെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ ഇനി അടുത്ത റമദാൻ വ്ളോഗ്സും ടിപ്സും ഒക്കെ ആയിട്ട് നമുക്ക് ഇനിയും കാണാം. അതുവരെ ടാറ്റ ബൈ ബൈ.